അനുവർത്തിക്കണം. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താ അപ്പൊ വരുന്ന അതിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതുകൊണ്ടേ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാവുന്നത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പൊ ഇസ്തിഗാസന്റെ നിർവചനം നിങ്ങളാ കേട്ടത്. തബറക്ക് സുന്നത്താണ്, തവസ്സുല് സുന്നത്താണ്. ഇസ്തിഗാസയോ അതൊരു ഹലാലാണ്. ഉള്ളൂറിന ഓതി ഇപ്പൊ അവസാനം ഉള്ളൂറിന ഓതി വരെ സമർത്ഥിച്ചു വെച്ച ഇസ്തിഗാസ ഉണ്ടല്ലോ, അതൊരു ഹലാലാണ്. അപ്പൊ ചോദ്യകർത്താവ് വീണ്ടും ഹലാൽ പറഞ്ഞ ഉസ്താദ് പ്രത്യേകിച്ചൊരു കൂലി അതുകൊണ്ടില്ലല്ലോ, എടുത്താലും എടുത്തില്ലെങ്കിലും ഒരേ ഒക്കുമല്ല അതിനുള്ളത് ഹലാൽ. ആ കൂലി കിട്ടൂല. അപ്പൊ ഉസ്താദ് ശിഷ്യൻ വീണ്ടും ചോദിക്കുക, അപ്പൊ നമ്മൾ ഈ ചെയ്യണ പണി ഇത്രമാത്രം നമ്മൾ സമർത്ഥിച്ച് ഇസ്തിഗാസ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇസ്തിഗാസ ഒരു നേട്ടമില്ലേ? അപ്പോഴാണ് ഉസ്താദ് ഉരുണ്ടു മറിയുന്നത്. എന്താ ഉരുണ്ടു മറിച്ചത്? ഹലാലായ കാര്യം തന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോ കൂടുതൽ നേട്ടം കിട്ടും. ഏതുപോലെ? ഒരു ലോക്കൽ KSRTC യാത്ര പോകൽ എന്താ ഇസ്ലാമിന്റെ വിധി? ഹലാൽ. ആ യാത്ര ബെൻസ് കാറിലാക്കിയാലോ അതും ഹലാൽ. പക്ഷെ നോക്കൂ നിങ്ങൾ, KSRTC യാത്ര ചെയ്ത് എപ്പോഴാ എത്തുക എന്ന് പറയാൻ പറ്റൂല അല്ലേ? എന്നാ ബെൻസ് കാറിൽ പോയാലോ പെട്ടെന്ന് എത്തും. അതാണ് ഇസ്തിഗാസന്റെ ആ ഹുക്കുമിന്റെ വിധി അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അള്ളാഹിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള അതൊക്കെ ഒരു ലോക്കൽ KSRTC. അതിനൊന്നും കയറാൻ ആളെ കിട്ടൂല. എന്നാ അള്ളല്ലാത്തോട് പ്രാർത്ഥിക്കുന്ന ഇസ്തിഗാസയോ അത് ബെൻസുകാർ. ഇപ്പൊ ആ ബെൻസുകാരിലാണ് മുസ്ലിംമാരൊക്കെ ഉള്ളത്. ആ ബെൻസുകാരായിട്ട് നടക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര വിചിത്രമാണ് ഇവരുടെ വാദം. ഇസ്തിഗാസ വെറും ഹലാലാണ് എന്ന് പറഞ്ഞ് ആ ഹലാലിന്റെ ഹുക്കുമാ പിന്നെ പറഞ്ഞത് നല്ല കൂലിണ്ടിട്ടോ നേട്ടം കിട്ടോ. എന്നാ കേട്ടോ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അമ്പിയാക്കൾ പ്രാർത്ഥിച്ചപ്പോ, സഹായം തേടിയപ്പോ, ഒരു കുട്ടിയെ വേണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സഹായം തേടിയില്ലേ? സക്കരിയ നബി അലൈഹി സ്വലാം സഹായം തേടി പ്രാർത്ഥിച്ചില്ലേ? മാരകമായ രോഗത്തിന് അടിമപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയും വിശുദ്ധ ഖുർആനിലില്ലേ? ആ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ അവിടെ പ്രത്യേകം നമ്മെ ഉണർത്തിയ കാര്യം എന്താണ്? ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വകശഫ്നാ മാ ബിഹി മിൻ ദുർർ, ആ അയ്യൂബ് നബി അലൈഹി സ്വലാം അകപ്പെട്ട ദുരിതമുണ്ടല്ലോ, ആ ദുരിതമിതാ ഞാൻ മാറ്റിക്കൊടുക്കുകയാണ്. ശേഷം അല്ലാഹു പറഞ്ഞത് ഇത് നമ്മിൽ നിന്നുള്ള ഒരു കാരുണ്യമാണ്. എന്നെ മാത്രം ആരാധിക്കുന്നവർക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ ഗുണപാഠമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതെന്താ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നാഥാ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണേ. ആ പ്രാർത്ഥന കേൾക്കേണ്ട താമസം റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ ഒരു സന്താനവിധ താങ്കൾക്ക് ജനിക്കാൻ പോകുന്നു എന്ന് നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത നൽകി. സക്കരിയ നബി അലൈഹി സ്വലാമും പ്രാർത്ഥിച്ചപ്പോ, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, സക്കരിയ നിനക്കിതാ യഹ്യ എന്ന പേരുള്ള ഒരു സന്താനം ജനിക്കാൻ പോകുന്നു എന്ന് നാം സന്തോഷവാർത്ത നൽകി.
ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ച സന്ദർഭമുണ്ടല്ലോ, ഫസ്തജാബ ലക്കും, ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ലേ? റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോ അതിന്റെ ഗുണം അപ്പ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അമ്പിയാക്കളുടെ പ്രാർത്ഥനയിലൂടെ, ബദരീങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ഇവിടെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അവർ ഉത്തരം ചെയ്യും, കേൾക്കുമെന്ന ഇസ്ലാമികമല്ലാത്ത വാദങ്ങൾ, തൗഹീദിന് വിരുദ്ധമായ ശിർക്കൻ വിശ്വാസ ആചാരങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം അവിടെ തൗഹീദി പ്രബോധനത്തിന്റെ ഭാഗമായി ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചപ്പോ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. ആ മാറ്റങ്ങൾ സഹിക്കാൻ കഴിയാത്ത പൗരോഹിത്യം പുതിയ പുതിയ അടവുകളാണ്, ന്യായങ്ങളാണ് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ, സഹായം തേടുമ്പോൾ അവർ അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. സ്വമദാണ്, ഇലാഹാണ്, സ്വയം പര്യാപ്തനായ അല്ലാഹനെ പോലെ സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ശിർക്ക് വരിക എന്ന്. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇലാഹാണെന്നോ സ്വമദാണെന്നോ വിശ്വസിക്കുമ്പോഴാണ് ആ സഹായത്തേട്ടം, ആ പ്രാർത്ഥന ശിർക്കാവുക. അല്ലാത്ത കാലത്തോളം ശിർക്ക് സംഭവിക്കുന്നതല്ല. ഇപ്പൊ എവിടെ എത്തിയെന്നറികള്? ഇപ്പോ സ്വയം കഴിവുള്ള അല്ലെങ്കിൽ ഇലാഹായ സ്വമദായ വ്യക്തിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നയാൾ, ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാവട്ടെ അവര് ആ നിലക്കുള്ള കഴിവുള്ളവരാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ശിർക്കാവുക. അതുകൊണ്ടെന്താ, എല്ലാവരോടും സഹായം തേടാം. സൂര്യൻ നമുക്ക് സഹായം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ സൂര്യനോടുമാവാം. ചന്ദ്രന്റെ സഹായം നമുക്ക് കിട്ടുന്നുണ്ട്, ചന്ദ്രനോടുമാവാം. ഈ മൈക്കുണ്ടല്ലോ, ഈ മൈക്കയോട് വരെ സഹായം തേടാം. എപ്പോഴേ ശിർക്ക് വരുള്ളൂ? മൈക്കനോടാണ് സഹായം ചോദിച്ചു എന്നതുകൊണ്ട് ശിർക്ക് വരില്ല. ഈ മൈക്കക്ക് സ്വന്തമായ കഴിവ്, അല്ലെങ്കിൽ മൈക്ക് സമതീയത്തുള്ള ഇലാഹാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ശിർക്ക് വരിക. കേൾക്കുക നിങ്ങൾ അത്തരത്തിലുള്ള തഖാഫിമാരുടെ വാചകങ്ങൾ. സൂര്യനും ചന്ദ്രനും നമുക്ക് പ്രകാശം തന്ന് സഹായിക്കുന്നുണ്ട്, എന്നാൽ അവരോട് ആരും സഹായം തേടാറില്ല. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? സൂര്യനോട് സഹായം ചോദിക്കാത്തതിന് തീർന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആരും ചോദിക്കാത്തത്. ഇനിയിപ്പോ ഒരു സൂര്യനോടാണ് സഹായം ചോദിച്ചു എന്നാ എന്താ സംഭവിക്കാം? സൂര്യനോടല്ല, എന്റെ മുമ്പിലുള്ള ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചു, എന്താ സംഭവിക്കാം? മൈക്കിനോട് ഞാനിങ്ങനെ സഹായിക്കണേന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പിരിവെടുത്തിട്ട് എന്നെ കുതിരോടത്ത് കൊണ്ടുപോകും, അതിന് സാധ്യതയുണ്ട്. പക്ഷെ ആള് മുശ്രിക്കാകണമെങ്കിൽ ഈ സാധനം ദൈവികമായ സ്വയം പര്യാപ്തതയുള്ള മഅബൂദായ ആരാധ്യനായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ ശിർക്ക് വരുള്ളൂ. അത് ഇതിന്റെ കാര്യമല്ല. ഈ സ്പീക്ക് സ്റ്റാൻഡ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്ത് സാധനമാവട്ടെ, ഏത് സാധനത്തോടും സഹായം ചോദിക്കുന്നത് ശിർക്കായി തീരണമെങ്കിൽ ഈ വിശ്വാസത്തോടെ ചോദിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ സഹായം കിട്ടൂല. മൈക്കിനോട് ചോദിച്ചാൽ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. സൂര്യനോട് ചോദിച്ചാൽ രാത്രി ഇപ്പൊ ഞാൻ സൂര്യനോട് ഇങ്ങനെ സഹായം ചോദിക്കാം, സൂര്യൻ വെളിച്ചം തരുമോ? ഇല്ല, തന്നോണമെന്നില്ല. പക്ഷെ ചോദിച്ചു തന്നതുകൊണ്ട് ശിർക്ക് വരില്ല. ഒന്ന്. ഇനി രണ്ടാമത്തത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനു. അല്ലാഹ് നിങ്ങളെ സഹായിയാണ്, റസൂൽ നിങ്ങളെ സഹായിയാണ്, ഔലിയാക്കൾ നിങ്ങളെ സഹായിയാണ്, അവരോടൊക്കെ നിങ്ങൾ സഹായം ചോദിച്ചോളൂ എന്നാണ്. എന്നല്ലാതെ സൂര്യനും ചന്ദ്രനൊക്കെ നിങ്ങളെ സഹായികളാണ്, സൂര്യനോടും ചന്ദ്രനോടൊക്കെ നിങ്ങൾ സഹായം ചോദിച്ചോളൂ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു എന്ന വചനമുണ്ട്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനോട് സഹായം തേടുന്നത് പോലെ ആ വചനത്തിൽ എണ്ണിപ്പറഞ്ഞ റസൂലുള്ളയോടും സത്യവിശ്വാസികളും സഹായം തേടാം. ഇനിയിപ്പോ സൂര്യനോടും ചന്ദ്രനോടും മൈക്കയോടും സഹായം ചോദിച്ചു എന്ന് വെക്കുക, എന്നാലും എന്താ ഉണ്ടാവുക? ഞാൻ ഈ മൈക്കയോടാണ് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും എന്നെ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. എന്നാലും ശിർക്ക് വരൂല എന്നാ. എന്നാലും ബുദ്ധിയുള്ളവരെ പണിയല്ലാതെ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. ശിർക്ക് വരണമെങ്കിൽ ഇലാഹാണ്, സ്വമദാണ് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് പറഞ്ഞതാണ് ഇന്നമാ വലിയുക്കുമുള്ള. ഈ ഒരു വാദം ആര് പഠിപ്പിച്ചു? ഖുമൈനി, ഷിയാക്കളുടെ നേതാവായ ഖുമൈനി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോട് നിങ്ങൾ യഥേഷ്ടം പ്രാർത്ഥിച്ചോളൂ, അവരോടുള്ള പ്രാർത്ഥന ശിർക്കായി തീരണമെങ്കിൽ
അവർ ഇലാഹാണ്, സ്വമതാണ് എന്ന് വിശ്വസിക്കണം. അല്ലാത്തിടത്തോളം കാലം ആ ശിർക്ക് വരുന്നതല്ല, അത് തൗഹീദ് തന്നെയാണ് എന്നാണ് ഖുമൈനി പഠിപ്പിച്ചത്. ഷിയാക്കളുടെ ആചാരങ്ങൾ, ഷിയാക്കളുടെ വിശ്വാസങ്ങൾ കേരളത്തിലേക്ക്, കേരള മുസ്ലിമീങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോ അതും കടന്നു വന്നു എന്ന് മാത്രം. മക്കയിലെ മുശ്രിക്കുകൾക്ക് ശിർക്ക് വരാനുണ്ടായ കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അമ്പിയാക്കൾ ഓരോരുത്തരും സമൂഹത്തിലേക്ക് വന്നപ്പോ അവിടെ പ്രാർത്ഥനകളും ആരാധനകളും നേർച്ചകളും നടക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ആരോടാ പ്രാർത്ഥിച്ചത്? ആ സമൂഹത്തിൽ തന്നെ കഴിഞ്ഞുപോയ നല്ലവരായ മനുഷ്യന്മാരോടാണ്, മഹാത്മാക്കളോടാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചില്ല, നിങ്ങൾ ഈ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുമ്പോൾ, സഹായം തേടുമ്പോൾ അവർ ഇലാഹാണ്, സ്വമതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കണില്ല, എന്നാ നിങ്ങൾ സഹായം തേടിക്കോളൂ എന്നാണോ പറഞ്ഞത്? അല്ല. മക്കയിലെ മുശ്രിക്കുകളുടെ തൽബിയത്ത് നമ്മൾ അറിയുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. മുശ്രിക്കുകൾ ഹജ്ജിന് വരുമ്പോൾ ഈ തൽബിയത്ത് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലബ്ബൈക ലാ ശരീക ലക എന്നിടത്തെത്തുമ്പോൾ ഖദിൻ ഖദിൻ, നിർത്തു നിർത്തു, മതി മതി എന്ന് പറയുകയാണ്. അവർ നിർത്താതെ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചോനെ, നിനക്കൊരു പങ്കുകാരനുണ്ട്. ആ പങ്കുകാരനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ആ പങ്കുകാരൻ സ്വമതാണ്, ഇലാഹാണ് എന്നല്ല ഞങ്ങളുടെ വിശ്വാസം. അവന് ഏതൊക്കെ പങ്കുകാരുണ്ടോ, ഏതൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നിന്റേതാണ്. മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം അതാണ്. അതുകൊണ്ടാണ് ഇമാം റാസി റഹിമഹുല്ല പഠിപ്പിച്ചത്, ലോകത്ത് ഇന്നേ വരെ അള്ളാഹുവിന് അവന്റെ ഇൽമിലും ഖുദ്റത്തിലും വുജൂദിലും ഹിക്മത്തിലും അതേപോലെ കഴിവുള്ളവരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഉണ്ടായിട്ടില്ല. അത് ഇന്നേ വരെ സംഭവിക്കാത്തതാണ്. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരൊക്കെ സ്വയം കഴിവുള്ള ഇലാഹാണ്, സമതാണ് എന്ന വിശ്വാസം യഥാർത്ഥത്തിൽ ഇന്നേ വരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെ വിളിച്ചു അവർക്കില്ല. ഇനി ഇന്നമാ വലിയക്കുമുല്ലാഹുവിന്റെ ആശയം എന്താണ്? ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകളല്ലാത്തവരോട് പറയട്ടെ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയ ഖുർആൻ പരിഭാഷയെങ്കിലും നിങ്ങൾ വായിക്കണം. അതിലുണ്ട് സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്തായ ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. ആ ആയത്ത് അത് കാണാത്തവരല്ല മുജാഹിദുകൾ. ആ ആയത്തിറങ്ങാനൊരു പശ്ചാത്തലമുണ്ട്. അതിന്റെ മുകളിലത്തെ വചനങ്ങൾ അതാണ് തെളിയിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാഅ. സത്യവിശ്വാസികളെ, നിങ്ങൾ ജൂത ക്രൈസ്തവ സമൂഹങ്ങളെ ആത്മമിത്രങ്ങളായി കാണരുത്. നിങ്ങൾ ഏറ്റവും മിത്രങ്ങളായി കാണേണ്ടത് ഒന്നാമതായി അല്ലാഹ്, അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹ്, അത് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ. അത് പഠിപ്പിക്കാനാണ്. ഈ ആയത്തിന് KV മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ വ്യാഖ്യാനം എന്താ? അതാ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവുമായി കൂടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്കയുണ്ടായേക്കും. വിശിഷ്യ ഖുർആന്റെ അവതരണകാലത്ത് മക്കയിൽ മുശ്രിക്കുകളും മദീനയിൽ ജൂതന്മാരും ഒട്ടേറെ ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗവും സത്യദീനിന്റെ ബദ്ധവൈരികൾ. എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യേണ്ടി വരാം. അതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളായ സഹോദരങ്ങളുമായാണ് എന്നത്രേ ഇവിടെ പഠിപ്പിക്കുന്നത്. അമുസ്ലിങ്ങളുമായി നിശേഷം ബന്ധവിച്ഛേദനം നടത്തുക എന്നതല്ല ഇതിന്റെ ഉദ്ദേശമെന്ന് വിസ്മരിച്ചുകൂടാ. അയൽക്കാരും രക്തബന്ധമുള്ളവരും മറ്റുമൊക്കെ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുമായി നന്നായി അനുവർത്തിക്കാൻ പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. എത്ര നല്ല വ്യാഖ്യാനമാണ് KV കൊടുത്തത്. അവിടെ പറഞ്ഞില്ല ഇത് അല്ലാഹു അല്ലാത്ത മരിച്ചുപോയവരോടൊക്കെ സഹായം തേടി പ്രാർത്ഥിക്കാനാണ്. ജൂത ക്രൈസ്തവ സമൂഹങ്ങളെ ആ നിലക്ക് ബന്ധം സ്ഥാപിക്കുന്ന മിത്രങ്ങളായി നിങ്ങൾ കാണരുത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടത് ഒന്നാമതായി അല്ലാഹ്, അത്